പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വായനകളെല്ലാം ധ്യാനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നൊരു വചനഭാഗമുണ്ട്. പ്രവാചകൻ ഇസ്രായേൽക്കാരോട് ചെന്ന് പറയുന്ന ഓർമ്മപ്പെടുത്തലാണ്, ദൈവമായ കർത്താവ് രാജാവായിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ ഭരിക്കാൻ മറ്റൊരു രാജാവിനെ വേണമെന്ന് നിങ്ങൾ പറഞ്ഞു. ദൈവമായ കർത്താവ് രാജാവായിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ ഭരിക്കാൻ മറ്റൊരു രാജാവ് വേണമെന്ന് നിങ്ങൾ പറഞ്ഞു. രാജാവിനെ മറന്നുപോയത്, ദൈവത്തെ മറന്നുപോയത്, വീട്ടുടമസ്ഥനെ മറന്നുപോയത്, അതാണ് പറ്റിപ്പോയ തെറ്റെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തും. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് അതാണ്. ഒരു വീട്ടുടമസ്ഥൻ വന്ന് വഴിയിൽ നിൽക്കുന്ന മനുഷ്യർക്ക് ഓരോ സമയങ്ങളിലായി ജോലി കൊടുക്കുന്നുണ്ട്. അവസാനം കൂലി കൊടുക്കുന്ന നേരത്ത് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്ന കൂലിയിൽ ആദ്യം വന്നവർ അസംതൃപ്തരാകുന്നതിൻ്റെ കാരണം അവർ ആ വീട്ടുടമസ്ഥൻ്റെ സ്നേഹം മറന്നുപോയത് കൊണ്ടാണല്ലോ. വെറുതെ വഴിയിൽ നിന്നിരുന്ന തങ്ങളെ വിളിച്ചുകൊണ്ടുവന്ന് ജോലി തരാനും മാത്രമുള്ളവൻ്റെ കരുതൽ അവർ ഇങ്ങനെ വിട്ടുപോയത് കൊണ്ടാണ്. അതാ പറ്റിപ്പോയ തെറ്റ്. അതാണ് പരാതി വരാനുള്ള കാരണം. ദൈവമായ കർത്താവ് രാജാവായിരിക്കുമ്പോൾ തന്നെ വേറൊരു രാജാവിനെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നവർക്ക് അബിമേലെക്ക് രാജാവായി വരുന്നുണ്ട്. അന്നു മുതൽ ഇസ്രായേൽക്കാരുടെ ഒരു തകർച്ച തുടങ്ങുന്നുണ്ട്. കർത്താവിനെ രാജാവായും രക്ഷകനായും നാഥനായും ഒക്കെ അംഗീകരിക്കാൻ പറ്റാതെ പോകുന്നത് നമ്മുടെ കുടുംബത്തെ തളർത്തിയും തകർത്തും കളയുന്നുണ്ടെന്നറിയുന്നത് വലിയൊരു തിരിച്ചറിവായിരിക്കും. വീട്ടുടമസ്ഥൻ എത്രമാത്രം നമ്മളെ കരുതുന്നു, ആ കർത്താവ് എത്രമാത്രം നമ്മളെ പരിപാലിക്കുന്നു എന്നത് മറന്നുപോയി എന്തൊക്കെ പരാതികളാണ് നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. മറ്റൊരാൾക്ക് കിട്ടുന്ന സന്തോഷവും സൗഭാഗ്യവും എൻ്റെ കുടുംബത്തിൽ കിട്ടാത്തത് എന്താണെന്നുള്ളതാണ് ചോദ്യം. വേറൊരാൾക്ക് ലഭിക്കുന്ന ഉയർച്ച എൻ്റെ മക്കൾക്കില്ലാതെ പോകുന്നത് എന്താണെന്നുള്ളതാണ് പരാതി. ഇങ്ങനെ ഒരുമിച്ച് കരം ചേർത്ത് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന നേരത്ത് ഈ കുടുംബത്തിലേക്ക് സ്വർഗം തന്നിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്തെടുത്തൊന്ന് നന്ദി പറയാൻ മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? കർത്താവെ, അങ്ങ് തന്ന നന്മകളും അനുഗ്രഹങ്ങളും വിസ്മരിച്ചു പോയതിനെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നുവെന്ന് ഏറ്റുപറയേണ്ട സമയമാണ്. മറ്റൊരാളുടെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്തെടുക്കുന്ന നേരത്ത് കർത്താവ് നമ്മുടെ ജീവിതത്തിന് തന്നിരിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി നമ്മൾ മറന്നുപോയിട്ടുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിക്കാനുള്ള അനുഗ്രഹം തന്നതിനെ ഓർത്ത് നന്ദി പറയാൻ മറന്നുപോയിട്ടുണ്ട്. വീട്ടുകാർ ഒരുമിച്ചിരിക്കുമ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്ന് കേൾക്കാൻ പറ്റുന്നൊരു കഥയാണത്. ഒരു വല്യമ്മയുണ്ടായിരുന്നു. ആ അമ്മാമ്മയ്ക്ക് 2 മക്കൾ. ഒരാളെ അമ്മാമ്മ കെട്ടിച്ചു വിട്ടത് ഇങ്ങനെ വെയിലത്ത് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ അടുത്തേക്കാണ്. പുറത്ത് ജോലി ചെയ്യുന്ന, പുറംപണി ചെയ്യുന്ന ഒരാൾ. മറ്റൊരാൾക്ക് മഴയത്താണ് ജോലി. ഇങ്ങനെ അമ്മാമ്മയ്ക്ക് എപ്പോഴും പരാതിയാണ്. മഴ പെയ്യുമ്പോൾ വെയിലത്ത് ജോലി ചെയ്യുന്ന ഒരാളുടെ കൂടെ കെട്ടിച്ചു വിട്ട മകളെ ഓർത്ത് അമ്മാമ്മ ഈശോയുടെ മുൻപിൽ കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കും. മറ്റ് സമയങ്ങളിൽ മഴ പെയ്യുന്നതിനെ ഓർത്ത് അമ്മാമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. ജീവിതത്തിലെ ഏത് നേരവും കരയാനും പരാതി പറയാനും മാത്രം നേരമുള്ള ഒരമ്മ ആ മക്കളെ എങ്ങനെയാണ് ബലപ്പെടുത്താൻ പോകുന്നേ? കർത്താവ് തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാതെ അപ്പുറത്തും ഇപ്പുറത്തും കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നോക്കി ഞങ്ങൾക്ക് കിട്ടാതെ പോയ നന്മകളെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് ജീവിക്കുമ്പോൾ എന്നാണ് നമുക്ക് സന്തോഷം കിട്ടാൻ പോകുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർത്താവ് തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഇങ്ങനെ കരം ചേർത്ത് പിടിച്ചിരുന്ന് നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു ദിനത്തിൻ്റെ ഈ സമയം നമ്മളിപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഇല്ലേ എന്ന് ആലോചിച്ചാൽ മതി. കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ നന്ദി പറയാൻ പഠിപ്പിക്കണം. കസൻറ്റ് സാക്കീസ് എഴുതുന്ന ആ നോവലിലെ പോലെ വലിയൊരു വെള്ളപ്പൊക്കം വന്നിട്ട് അവരുടെ മുന്തിരിയൊക്കെ നശിച്ചു പോകുന്നുണ്ട്. ആ സമയത്ത് അത് കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മകനെ നോക്കി അപ്പം പറയുന്നുണ്ട്, മിണ്ടാതിരിക്കട പോഴ, നമ്മളിവിടെ ബാക്കിയുണ്ടല്ലോ. മിണ്ടാതിരിക്കട പോഴ, നമ്മളിവിടെ ബാക്കിയുണ്ടല്ലോ. കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തേണ്ടത്, കൃതജ്ഞതയോടുകൂടെ ജീവിക്കാൻ പഠിപ്പിക്കേണ്ടത്
ഇത്തിരി കാർക്കശ്യത്തോടു കൂടിയാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ദൈവമായ കർത്താവ് എൻ്റെ രാജാവായിട്ടുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടെ അവൻ നമ്മെ കരുതുന്നുണ്ട്, നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടെയൊക്കെ ഒന്ന് പോവാൻ, മുന്നോട്ട് നടക്കാൻ ഈ മക്കളെ ബലപ്പെടുത്തേണ്ടത്. നമുക്ക് ഇത്രയും കാലം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് കരം കൂപ്പി ജീവിക്കാൻ, നന്ദി പറയാൻ ഒന്ന് പഠിപ്പിക്കണ്ടേ അവരെ. ഈ നിമിഷങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ളതായിരിക്കട്ടെ. ഇത്രയും കാലം കർത്താവ് കുടുംബത്തിലേക്ക് തന്ന, നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ തന്ന, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾക്ക് തന്ന നന്മകൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി അവിടുത്തെ ആശീർവാദത്തിനായി കൃതജ്ഞത നിറഞ്ഞ ഹൃദയവുമായി നമുക്ക് മുട്ടിന്മേലായിരിക്കും. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ സ്വർഗം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധ മാതാവ്. ഇന്ന് വിശുദ്ധ ബെർണാഡിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹം എഴുതിയ എത്രയും ദയയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന, സ്വർഗം തന്ന ഈ ഏറ്റവും വലിയ ദാനമായി ഈ അമ്മയെ ഓർത്ത് നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരുമിച്ചൊന്ന് കരം ചേർത്ത് പിടിച്ച് ചൊല്ലിയിട്ട് വേണമെന്ന് ഉറങ്ങാനായി പോകാൻ. ഈ അമ്മ വഴി സ്വർഗം ഇനിയും നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു രാത്രി നേരുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.